അപ്പോൾ നമുക്ക് ഇനി ഒരു പൂരം കൂടി വന്നാലോ. അപ്പോൾ ഞങ്ങളിതാ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഞാനും ഏട്ടനും ഇച്ചുക്കുട്ടനും പിന്നെ അച്ഛനുമാണ് കേട്ടോ. ഞങ്ങൾ ഏട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ നിന്ന് പൂരമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ലേറ്റ് ആയത്. അങ്ങനെ ഇതാ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ഏട്ടനിതാ വണ്ടിയിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അച്ഛനും കൂടി വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ അച്ഛനും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ വന്നപ്പോൾ ഇതാ ഞാനും മിച്ചുക്കുട്ടനും കൂടി കാറിലോട്ട് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ്റെ ഇത് ഡോറ് തുറന്നേരാൻ പറഞ്ഞപ്പോൾ ഏട്ടന് വലിയ ജാട. അപ്പം ഞങ്ങൾ തന്നെ കയറി അതിൻ്റെ ഉള്ളിലോട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന വഴിയിൽ ഇച്ചുക്കുട്ടന് ബാക്കിൽ അച്ഛൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കിലോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങനെയാണ്, ചിലപ്പോൾ ബാക്കിലോട്ട് ചാടും, ചിലപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഇതാ മുന്നോട്ട് തന്നെ വരും കേട്ടോ. അങ്ങനെ ഇത് അവിടെ ഇരുന്നിട്ട് ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിലാണ് അവൻ കൂടെ കൂടിയിട്ടുള്ളത്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. എത്ര ഉണ്ടാകുന്നറിയോ, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതാ ഒരു കുരങ്ങൻ കുട്ടീനി വയറ്റിലിങ്ങനെ വെച്ചിട്ട് നടന്ന് വരികയാണ് കേട്ടോ. അതിങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇച്ചുക്കുട്ടൻ അപ്പോഴേക്കും കുരങ്ങനെ കാണാൻ വേണ്ടി എൻ്റെ മടിയിലോട്ട് വന്നു. അതുകൊണ്ട് വീഡിയോ ശരിക്കും പോലെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കുരങ്ങന്മാരിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്ന് പിന്നെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇച്ചുക്കുട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പഴംപൊരി മതി എന്ന് പറഞ്ഞിട്ട് അവനിത് ആദ്യം തന്നെ ഒരു പഴംപൊരി വാങ്ങിയിട്ട് ഞാൻ ടേബിളിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പഴംപൊരി സമൂസയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെയിനായിട്ടായ ചായയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഏട്ടനും വന്നു. ഏട്ടൻ പിന്നെ മുട്ട ബജ്ജിയും കായ ബജ്ജിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സമൂസ കഴിക്കുന്ന കണ്ടപ്പോൾ ആളൊരു സമൂസ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഫുള്ളും പാടങ്ങളാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ തന്നെ ഇതാ ചേച്ചിമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയും ഏട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പൂരത്തിന്. ഹർഷക്കുട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇച്ചുക്കുട്ടനെ ഇതാ അവളുടെ അടുത്ത് കളിക്കുകയാണ്. അപ്പോൾ അവനെ കൂട്ടാതെ ഞങ്ങൾ പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ അവനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ അവനെടുത്ത് ഞങ്ങളിതാ നടക്കുകയാണ് കേട്ടോ. പൂരപ്പറമ്പിലോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് പിന്നെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അച്ഛന് നടക്കാനൊന്നും വയ്യ. അപ്പോൾ അച്ഛൻ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ കുറേ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അങ്ങോട്ട് നടന്നപ്പോൾ ഏട്ടനെ അടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അടുത്തോട്ട് വരില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി അവൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ 3 പേരും. എന്താ നോക്കി നിൽക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ദേശത്തിൻ്റെ കൊട്ട് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇച്ചുക്കുട്ടൻ ഏട്ടൻ്റെ ഒക്കത്ത് കയറിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കത്തല്ല, തലേൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കൊട്ട് കാണുകയാണേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്കൊരു കൂസലും ഇല്ല. കൊട്ടിൽ നന്നായിട്ട് മുഴുകി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആനകൾ ഇങ്ങനെ വരുന്നത് കണ്ടത് കേട്ടോ. ഈ കാവിൽ 3 ആനകളേ ഉള്ളൂ. ഇത് ഏതാ കാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലൂരാണ് കേട്ടോ. ആലൂർ ചാമുണ്ടിക്കാവാണ് കേട്ടോ. അവിടുത്തെ പൂരാണ്. ഇവിടെ 3 ആനകൾ മാത്രമേ ഇത്ര ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആനപ്പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴേക്കും. അപ്പോൾ ഇതാ ആനപ്പൂരമൊക്കെ കഴിഞ്ഞിട്ട് ആനകൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് തൊഴുകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതുപോലെ എന്തോ വേഷം ഉണ്ടായിരുന്നു കേട്ടോ. കരിയൊക്കെ മുകളിൽ പൂശിയിട്ട് ഇതുപോലെ എന്തോ തെയ്യം പോലെ എന്തോ നിന്നിട്ട് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ ഒരു വാളൊക്കെ വീശിയിട്ടാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് മാറി നിന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഇച്ചുക്കുട്ടൻ ഇതാ ഓരോന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടോ. അവൻ എന്ത് ചൂണ്ടിക്കാണിച്ചാൽ അതൊക്കെ ഏട്ടൻ വാങ്ങിക്കൊടുക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് കേട്ടോ ഏട്ടന്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചത് ഇതാ ഈ ഒരു ആനക്കുട്ടനെയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാറുണ്ട് കേട്ടോ. വീട്ടിലൊരു ചാക്ക് മുഴുവൻ ഇങ്ങനത്തെ പാവക്കുട്ടികളാണ് കേട്ടോ. ഇപ്പം ഇച്ചുക്കുട്ടൻ വന്നോട് കൂടിയിട്ട് പിന്നെ ഇച്ചുക്കുട്ടൻ്റെ പേര് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ പോയത് കടല മേടിക്കാനാണ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇച്ചുക്കുട്ടൻ കടല കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ വായിലോട്ട് ആദ്യം വെച്ച്
കഴിച്ചു വന്നു കേട്ടോ. പിന്നെ അച്ഛന് സങ്കടമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ വായിലോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടി. അതൊക്കെ കഴിഞ്ഞ് അവന് സങ്കടമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവനും ഒരെണ്ണം എടുത്തത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് വള, മാല അങ്ങനത്തെ ഐറ്റംസ് നോക്കാനാണ്. കുപ്പിയോളെ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങി തന്നില്ല. പിന്നെ ഇച്ചുവിന് കുറച്ച് തോക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ പർപ്പിൾ നിറത്തിലുള്ള ആ ബൊമ്മക്കുട്ടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചുവിന് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ അവനത് കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതാ കുറച്ച് പണ്ടത്തെ നൊസ്റ്റു മിഠായികളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി. കുറച്ച് ജീരക മിഠായി, നാരങ്ങ മിഠായി, ചോക്ക് മിഠായി. ഇത് ചോക്ക് മിഠായി തോന്നുന്നു, ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ കഴിച്ച് നോക്കണം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് ഇതാ ഞങ്ങളൊരു കടയിൽ കയറി. ഒരു വരവ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇച്ചുക്കുട്ടനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവന് തീരെ മൂടില്ല കേട്ടോ. അപ്പോൾ ഏട്ടനൊരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. ജ്യൂസ് കുടിച്ചപ്പോൾ ആൾക്ക് ഉഷാറായിട്ടോ. ആൾ പിന്നെ നിന്ന് തുള്ളി കളിക്കാൻ തുടങ്ങി. നല്ല കളി എന്ന് പറഞ്ഞാൽ നല്ല കളിയായിരുന്നു കേട്ടോ. ഇത് എന്തോ ഒരു വേഷമാണ് കേട്ടോ, എനിക്ക് എന്തെന്ന് പേരറിയില്ല. അങ്ങനെ അത് വരുന്നുണ്ടായിരുന്നു. നല്ല ശബ്ദമുള്ള കൊട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചങ്ങോട്ട് മാറി നിന്നു. അങ്ങനെ ആ വരവ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയി. ഞാനൊരു ചോക്കോബാറും ഇച്ചുക്കുട്ടനൊരു കോണാണ് കേട്ടോ മേടിച്ചത്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോഴാണ് വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഞങ്ങളൊന്ന് റോട്ടിലോട്ട് ഇറങ്ങി നിന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ റോട്ടിലോട്ട് ഇറങ്ങി നിന്ന് കാണുകയാണ് കേട്ടോ വെടിക്കെട്ട്. ചെറിയ രീതിയിലുള്ള വെടിക്കെട്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കമ്മൽ മേടിക്കാൻ പോയി. കമ്മലൊക്കെ വാങ്ങിച്ചു. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ അച്ഛനും മകൻ്റെയും കുറച്ച് സ്നേഹപ്രകടനങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ പൂക്കാവടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി അവിടെ അങ്ങനെ നിന്നു കേട്ടോ. ഈ ഒരുപാട് വേലകൾ വരാനുണ്ട് അത്രേ. നല്ല വൈകിട്ടാണ് ഇപ്രാവശ്യം വേലകളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഏകദേശം അടുത്തെത്തി കേട്ടോ. ഇച്ചുക്കുട്ടന് നല്ല ഇഷ്ടമായിട്ടോ. അവനിതിൻ്റെ ഓരോ കളറൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോരിയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി. അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇച്ചുക്കുട്ടനെ അവൻ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ഏട്ടന് ഇവിടെ സൈഡായിട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേട്ടോ ചേച്ചിയൊക്കെ പൂരം കഴിഞ്ഞ് വന്നത്. അപ്പോൾ അവൻ ഈ ഒരു വണ്ടി ഫോണൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അമ്മമ്മേനെ വിളിക്കുകയായിരുന്നു കേട്ടോ അവൻ. അതൊക്കെ കഴിഞ്ഞത് അതൊക്കെ എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവൻ അതൊക്കെ എടുത്ത് വലിച്ചെറിയാനും തുടങ്ങി കേട്ടോ. എല്ലാം 2 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ് പിന്നെ ഹർഷ ചേച്ചിയൊപ്പായിട്ടോ കളി കഥയൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ സുഖമായി കിടന്നുറങ്ങി കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പച്ചക്കറിയും ചിക്കനും മീനും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി.